So next topic is AML. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AML പറ്റിയിട്ടാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് എൻക്വയറീസ് വരുന്ന ഒരു ടോപ്പിക് ആയിട്ടുണ്ട്. സോ വ്യക്ത AML പറ്റി ഒന്ന് ചെറുതായി ബ്രീഫ് ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണി, അൺഅക്കൗണ്ടഡ് ഇൻ ദ സെൻസ് ബ്ലാക്ക് മണി ഓർ ഇല്ലിജിറ്റിമേറ്റ് ആയിട്ടുള്ള മണി ഫ്ലോനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസ്, റെഗുലേഷൻസ് ഓർ സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ആന്റി മണി ലോണ്ടറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഇല്ലിജിറ്റിമേറ്റ് മണിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ത്രൂ ഇല്ലീഗൽ ആയിട്ടുള്ള ലൈക്ക് ഡ്രഗ്, ടെററിസം ആക്ടിവിറ്റീസിലൂടെ ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടാക്സ് ഇവേഷനിലൂടെ ഏൺ ചെയ്യുന്ന മണീനെയാണ് നമ്മൾ ഇല്ലീഗൽ മണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, എല്ലാ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പിന്നെ DNFPs, അതായത് ഡെസിഗ്നേറ്റഡ് നോൺ ഫൈനാൻഷ്യൽ ബിസിനസ് ഓർ പ്രൊഫഷൻ ചെയ്യുന്നവരും UAEയുടെ GoAML പോർട്ടലിൽ, അതായത് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് GoAML പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. AML രജിസ്റ്റർ ചെയ്യാത്തവർക്കും GoAML പ്രോപ്പറായിട്ട് ഫയലിംഗ് അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യാത്തവർക്കും ഏകദേശം എത്ര ദിർഹംസ് വരെ ഫൈൻ വരും? 50,000 മുതൽ 1 million വരെ. AML രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ DNFBBSന്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങളും മാത്രമാണ്. ഫോർ എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ ബ്രോക്കേഴ്സ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റേഴ്സ്, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് എടുക്കുന്ന അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റേഴ്സും, ഡീലേഴ്സ് ഇൻ പ്രഷ്യസ് സ്റ്റോൺ ലൈക്ക് ജ്വല്ലറീസ്, പിന്നെ അതുപോലെ തന്നെ ലോയേഴ്സ് ആൻഡ് ലീഗൽ പ്രൊഫഷണൽസും, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്.